മൂവി റിവ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇപ്പം ഉണ്ണി വ്ളോഗ്സ് ഉണ്ട് അല്ലെങ്കിൽ കോക്ക് ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം ഇവരൊക്കെ ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് ബന്ധം സൗഹൃദമുണ്ടോ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിവ്യൂ അങ്ങനെയല്ല ഒരു സിനിമ ചർച്ചയുണ്ടോ ഞാൻ ഉണ്ണിയായിട്ട് സംസാരിക്കാറുണ്ട് ഐ ലൈക്ക് ടു ടോക്ക് ടു ഹിം റിഗാർഡിങ് മൂവീസ് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കും ഇന്ന പടങ്ങൾ അങ്ങനത്തെ അതിൻ്റെ ട്രെയിലർ അങ്ങനെ ഡിസ്കഷനുണ്ട് കോക്ക് ഞാൻ പറഞ്ഞില്ലേ കോക്കൊരു എന്താ പറയുക കോക്കിനെ കിട്ടാറില്ല ഇറ്റ്സ് എ വെരി ബിസി പേഴ്സൺ പിന്നെ ഞാൻ പറയാ ഉണ്ണി എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക നമ്മൾ ഒരു അതേപോലെ നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ഉണ്ട് അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ചാനലുണ്ട് സുധീഷ് ഏട്ടൻ മൺസൂൺ മീഡിയ ഇതിലൊക്കെ ആയിട്ട് ഞാൻ നമ്മൾ എല്ലാ ദിവസവും ഇൻ ടച്ച് ആണെന്ന് പറഞ്ഞാൽ അല്ല ഇടയ്ക്ക് വിളിക്കും സംസാരിക്കും അങ്ങനെയുണ്ട് ഈ സുഹൃത്തുക്കളുമായിട്ട് കൂടുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണോ അതോ ടെക്കാണോ അങ്ങനെയൊന്നുമില്ല അവിടെ എന്തും പോവും പക്ഷേ മെയിനായിട്ട് വെച്ചാൽ ടെക്ക് എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റർ ഇപ്പോൾ ടെക്കിൻ്റെതായ ആൾക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ടെക്കാണ് മെയിൻ ടോപ്പിക് മറ്റേ അവിടെ സിനിമ ഫുഡ് പിന്നെ ഗോസിപ്പുകൾ പിന്നെ ഒരു മാറ്റമില്ല അടിപൊളി നമുക്ക് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ കഴിഞ്ഞ റീല് ഞാൻ ഇങ്ങനെ കണ്ടത് മറ്റേ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന്റെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം റീലിൽ ഞാൻ അപ്പൊ നമ്മളതൊക്കെ ഇരുന്ന് കാണാറുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ ഈ ഒരു സാധനം തുടങ്ങിയതും ഈ ഒരു ഇൻഫ്ലുവൻസർ പരിപാടി തുടങ്ങിയപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ബ്രദറാണ് ബാക്കിയുള്ള എൻ്റെ മദർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും എൻ്റെ ഖത്തറിൽ പോടെ വേറെ പണി നോക്കണേ എന്ന് പറഞ്ഞിട്ടും ഇതാണ് നിൻ്റെ എന്ന് പറഞ്ഞത് മൈ ബ്രദർ ഹീ ഈസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ മേ ബി ഹീ ഈസ് ഓൾസോ ഫോളോയിങ് ഹിസ് പാഷൻ മേ ബി അതുകൊണ്ടാവാം ഇപ്പം ഉമ്മയായിട്ടുള്ള ഒരു വീഡിയോ ഉമ്മയ്ക്ക് ഒരു ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ടിരുന്നു ഓക്കെ അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാം നേരത്തെ പറഞ്ഞ കണക്ക് കുട്ടിക്കാലം അത്ര വലിയ ഒരു കളർഫുൾ ആയിരുന്നില്ല അപ്പം കണ്ടിട്ടുള്ളത് ഏറ്റവും ഒരു സ്ട്രോങ് വിമനെ ആയിരിക്കും കൊണ്ടുവരാന്നുള്ളത് അപ്പം ഉമ്മ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ക്യാരക്ടറിൽ അത്രയും ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും ഷുസാമിനെ ഞാൻ എൻ്റെ മദറാണെങ്കിലും സിസ്റ്ററാണ് സിസ്റ്റർ പുള്ളിക്കാരിക്ക് ഫ്രം ബർത്ത് കൈ ഒടിച്ചിട്ടാണ് ലോകത്തിലോട്ട് വന്നത് ഒരുപാട് ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു നോർമൽ രീതിയിൽ നടക്കുന്നത് ബട്ട് സ്റ്റിൽ ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും ഷീ നീഡ് എ സപ്പോർട്ട് വിത്ത് ഹർ അതർ ഹാൻഡ് അപ്പം ഞാൻ ഇങ്ങനെ ചില ആൾക്കാർ പറയും പെൺകുട്ടികൾക്ക് വലിയ ടാലൻ്റ് ഇല്ല അവർ എന്താ പറയുക ഈ ദേ ആർ നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ ഞാനിതൊരു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷീ സ്റ്റാർട്ടഡ് ഫ്രം 4,000 or 2,000 rupees ട്രിവാൻഡ്രത്ത് ഒരു ട്രാവൽ ഏജൻസിയിൽ തുടങ്ങി അവിടെ നിന്ന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളിൽ അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവായിട്ട് കയറി ഷീ ഓൺലി ഹാഡ് എ ഡിപ്ലോമ ബാക്ക് ദെൻ ഫാദർ പുള്ളിക്കാരി ഒരു വലിയൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലായിരുന്നു ആൻഡ് മൈ ഡാഡ് സെറ്റ് ദറ്റ് ഡിപ്ലോമയുടെ കഴിഞ്ഞു ഷീ ഡിഡ് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം അത് വെച്ചിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഖത്തറിൽ പോയി അവിടെ ഒരു സ്ഥാനത്തിൽ തുടങ്ങി നൗ ഷീ ഈസ് ഒരു വളരെ പേര് കേട്ട ഒരു ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി HEC പാരീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ ഒരു വളരെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ആൻഡ് ഇഫ് യു ആർ സെയിങ് ദറ്റ് വുമൺ കാണ്ട് ഐ ഹാവ് സീൻ ഹെർ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ് ആൻഡ് ഐ സീൻ ദാറ്റ് ആൻഡ് ഉമ്മാരെ പറ്റി പറയാനാണെങ്കിലും ഉമ്മയൊക്കെ ഒരുപാട് മറ്റേ കടമൊക്കെ മേടിച്ച് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ലൈഫ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ ആൻഡ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇഫ് ഷീ ആസ്ക് മീ ഫോർ മണി ഐ ക്യാൻ സെൻഡ് ഹർ അങ്ങനെ ഐ ലൈക്ക് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ് that I can do that.
ഐ എം സോറി ബിക്കോസ് ഐ തിങ്ക് ദിസ് ഈ കണ്ണുനീരിനൊരു ഭയങ്കര പ്രൗഡ് ഉണ്ട്. ബിക്കോസ് അത്രയും ലോകം അല്ലെങ്കിൽ ഒരു പരിധിയിലധികം മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അറിയുന്ന ഒരു യൂട്യൂബറിലേക്ക് ഷസാമിനെ കൊണ്ടുവന്നു വെച്ചാൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ സ്ട്രോങ് ഷീ ഈസ്. അപ്പോൾ ഇത്രയും ഒരു മക്കളെ വളർത്തുക എന്നുള്ള ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഈസി ടാസ്ക്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ ഈ ദുബായിലൊക്കെ വന്നും ഖത്തറിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത സമയത്തൊക്കെ ഐ കുഡൻ ഡു എനിത്തിങ് ഫോർ ദ ഫാമിലി. ലൈക്ക് റൈറ്റ് നൗ ഐ ആം. സോ ആ ഒരു കാര്യത്തിൽ ഐ ആം വെരി പ്രൗഡ്. യാ, അതാണ് വെച്ചാൽ ഇപ്പം ഉമ്മക്ക് ഫോൺ മേടിച്ച് കൊടുക്കണമെങ്കിലും ഐ ലവ് ഗിഫ്റ്റിംഗ് പീപ്പിൾ സ്റ്റഫ് ബിക്കോസ് ഓഫ് ദിസ്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ അധികം ആൾക്കാർക്ക് അറിയത്തില്ല, പക്ഷെ ചിലവരൊക്കെ വന്നിങ്ങനെ പറയും ഒരു കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഐ ക്യാൻ ഡു ദാറ്റ് ഫോർ ദം. അല്ലാതെ അത് പറഞ്ഞു ആ ഒരു സാധനത്തിലാണ് എനിക്ക് പ്രൗഡ്. ബിക്കോസ് ഉമ്മ ഇപ്പം ഫൈനാണ്. ഷീ ഈസ് നോട്ട് വെറീഡ് അബൌട്ട് എനിത്തിങ് എൽസ്. ഷീ ഈസ് ഡൂയിങ് ഹർ സ്റ്റഫ്. സോ യാ. സിസ്റ്ററിൻ്റെ കേസ് അതാണ്. അപ്പോൾ സിസ്റ്റർ അത്രയ്ക്കും ഞാൻ പറയാം ആ ഒരു ദ വേ ഷീ ഹാസ് ഗ്രോൺ റൈറ്റ് നൗ ഇസ് സ്ട്രോങ് സിസ്റ്റർ, സ്ട്രോങ് വിമൻ. അതുപോലെ തന്നെ ഇപ്പം കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ ഇത്രയും സ്ത്രീകൾ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇവരിൽ നിന്നും ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ലെസൺ എന്താണ്? അത് എത്രത്തോളം സ്ട്രോങ് ആക്കുന്നുണ്ട് ഷസാമിനെ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ദേ ക്യാൻ മേക്ക് വണ്ടേഴ്സ് ഇഫ് ദേ ഹാവ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ചില ആൾക്കാർ വളരെ എന്താ പറയുക പർപ്പസ്ഫുള്ളി ഡമ്മായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ആ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് ബിക്കോസ് ഐ ഹവ് സീൻ ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. ഇപ്പം ഞാൻ ഒരുപാട് വളരെ കഷ്ടപ്പെട്ട് അതായത് പ്രൊവൈഡ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി മെൻ ഓർ വുമൺ. ആണുങ്ങൾക്കും അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് ദ ഹോൾ ബേർഡൻ ഓഫ് ദ ഫാമിലി. അങ്ങനെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ എനിക്കറിയാം. ദ ഹോൾ ബേർഡൻ ഇസ് ഇൻ ദം. അപ്പോൾ അതാണ് പറഞ്ഞത്, അവരൊക്കെ കഷ്ടപ്പെടുന്നത് എത്രത്തോളം ആണെന്ന് നമുക്കറിയാം. സോ അതാണ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനി വൺ. ഇഫ് സം പീപ്പിൾ ക്യാൻ മേക്ക് വണ്ടേഴ്സ് ആൻഡ് ഇൻ ടൈം. അതിൽ വിശ്വസിക്കുന്നതാണ്. അതാണ് ഇനി എന്തെങ്കിലും പച്ച പിടിച്ചത് അറ്റ് ദ ഏജ് ഓഫ് 30. അതുവരെ ഐ വാസ് ലൈക്ക്. ഇപ്പോഴും ചിലവരൊക്കെ ഇപ്പോഴത്തെ ചില പിള്ളേരൊക്കെ പറയണ 21 വയസ്സായിട്ടൊന്നും ആയില്ല, 22 വയസ്സായിട്ട്. ഞാൻ പറഞ്ഞു ഹേയ് give it some time. Just focus on whatever you want. It will Time come. can heal. Time can heal Everything. Yeah. And it can also change our life. Yes. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ ഓർമ്മയിൽ നിൽക്കുന്നതായിരുന്നു. ചില സാധനങ്ങൾ ഇതുപോലെ വരുമ്പോൾ ഞാൻ ഇമോഷണൽ ഇപ്പം ആൾക്കാർ പറയാം എപ്പോഴും നമുക്കൊരു സെറ്റ് ഓഫ് നോംസ് ഉണ്ടല്ലോ, സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ട്. പുരുഷന്മാർ ഇമോഷണൽ ആകാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. സിനിമയിലൊക്കെ സിനിമ തിയേറ്ററിൽ കാര്യം ഡെഫിനറ്റ്ലി പുരുഷന്മാർ ഭയങ്കര ഇമോഷണൽ ആണ്. Cry, it's a feeling. It's just like any other emotions. Crying or anger or anything is